നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചൊവ്വ അഥവാ അംഗാരകൻ പിതൃഭാവത്തിൽ അല്ലെങ്കിൽ ഭാഗ്യഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ്. 9ാം ഭാവത്തിലെ ചൊവ്വ ചില പ്രത്യേക നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക അനുഭവങ്ങൾ ഒരു 70% ജാതകങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് അനുഭവമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇന്ന് നോക്കാം. അപ്പം ധർമ്മഭാവം 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യഭാവമാണ്, പിതാവിനെ കുറിക്കുന്ന ഭാവമാണ്. ഉന്നത വിദ്യാഭ്യാസം, തീർത്ഥാടനം, ധർമ്മം, ഗുരുവിൽ നിന്ന് കിട്ടേണ്ട അനുഭവങ്ങൾ, അറിവുകൾ ഒക്കെയാണ്. അപ്പം അവിടെ ആത്മവിശ്വാസത്തിനെ സൂചിപ്പിക്കുന്ന, കോൺഫിഡൻസിനെ സൂചിപ്പിക്കുന്ന, ധൈര്യത്തെയും വീര്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന, പെട്ടെന്നുള്ള ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി, ഒരു വാരിയർ ടെൻഡൻസിയെ സൂചിപ്പിക്കുന്ന, സൈക്കോളജിക്കലി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ശ്രമത്തിനുള്ള കോൺഫിഡൻസിനെ സൂചിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഗ്രഹമായിട്ടുള്ള കുജൻ 9ൽ നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളിയെയും അതുപോലെ തന്നെ വീരഭദ്രസ്വാമിയെയും കൂടെ മനസ്സുകൊണ്ട് ഒന്ന് നമസ്കരിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഗുണഫലങ്ങളിലേക്ക് കയറാം. 9ാം ഭാവത്തിൽ കുജൻ നിന്നാൽ ഉള്ള ഗുണഫലങ്ങൾ: അചഞ്ചലമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. സ്വന്തം കഴിവുകളിൽ ശക്തമായിട്ടുള്ള വിശ്വാസം ഉള്ളവരായിരിക്കും ഇവർ. വെല്ലുവിളികളെ വളരെ ശക്തമായിട്ട് നേരിടാനുള്ള കഴിവുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം ഇവരുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അനീതിക്കെതിരെ വിരൽ ചൂണ്ടാനുള്ളൊരു ശക്തി ഉണ്ടാവും. ഇപ്പം നമ്മളുമാണെങ്കിലും അനീതിയൊക്കെ കണ്ടാലും അല്ലെങ്കിൽ ഒരു പ്രശ്നമൊക്കെ കണ്ടാലും പോലും നമുക്ക് ഇടപെടാനൊരു ഭയം വരും. അതായത് കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ നമ്മൾ വളരെ ഫിലോസഫിക്കലായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലോ ഇടപെട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, അതിന് കഴിവുള്ളവരുണ്ടല്ലോ എന്നുള്ളതായിരിക്കും. നമ്മൾ പരമാവധി പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവാനും പരമാവധി പ്രശ്നങ്ങളില്ലാതിരിക്കാനുമായിരിക്കും നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു വിഷയത്തിൽ പോകേണ്ട, നമുക്ക് സമയമില്ല, നമ്മുടെ സമയം വെറുതെ പാഴാക്കണ്ട, ആ സമയത്ത് സ്വസ്ഥമായിട്ട് വേറെ എന്തെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒരു വിഷയത്തിലേക്കൊക്കെ പോയി പെട്ടാൽ അതിൽ നിന്നൊക്കെ ആ ഒരു ഈഗോ ക്ലാഷുകളും ആ ഒരു സംഘർഷങ്ങളും ഒക്കെ തീർന്നു വരാൻ തന്നെ ചിലപ്പോൾ കാലങ്ങളോളം എടുക്കും. അപ്പോൾ അതൊക്കെ ഒരു മനസ്സമാധാനക്കേടായതുകൊണ്ട് അത്യാവശ്യം മിക്ക ആൾക്കാരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചൊവ്വ ബലപ്പെട്ട ഒരാളോ ചൊവ്വ 9ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ തങ്ങളുടെ ആശയങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് വാദിക്കാനുള്ളൊരു ശക്തി ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 9 എന്ന് പറയുന്നത് ദൂരയാത്രകളാണ്, വിദേശ യാത്രകളാണ്. അപ്പം ദീർഘദൂര യാത്രകൾക്കും വിദേശത്ത് പോയി ജോലി ചെയ്യാനും ജീവിക്കാനുമുള്ള ഭാഗ്യം ഇവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉന്നത പഠനങ്ങളിൽ ഇവർക്ക് 9ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ലോ, രാഷ്ട്രീയം, അതുപോലെ തന്നെ ചൂതാട്ടങ്ങൾ, അതേപോലെ മിലിറ്ററി, എൻജിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ല പൊസിഷൻസിലേക്കും നല്ല തലങ്ങളിലേക്കുമൊക്കെ എത്താൻ ഇവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാരിയറല്ലേ, അപ്പം ഒരു സൈന്യാധിപനാണ്. അപ്പം അംഗീകാരം കിട്ടുന്നതും മറ്റുള്ളവരെ, തനിക്ക് താഴെയുള്ളവരെ നിയന്ത്രിച്ച് നിർത്താനും അതുപോലെ നല്ല പൊസിഷൻസ് കിട്ടാനും സ്ഥാനമാനങ്ങൾ കിട്ടാനും മറ്റുള്ളവർ തന്നെ ഫോളോ ചെയ്യുന്നത് അതൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്നുള്ളതാണ്. അവരുടെ ഒരു സന്തോഷമാണ് അതൊക്കെ എന്ന് പറയുന്നത്. തൻ്റെ ഒരു ബലം, ഒരു എന്താ പറയുക, ഒരു പവറിനോടൊക്കെയുള്ളൊരു ബലം, രാഷ്ട്രീയത്തിലായാലും ലോയിലായാലും മിലിറ്ററിയിലായാലും പോലീസിലായാലും ഒക്കെ എന്ന് പറഞ്ഞൊരു പവറുണ്ട്. ആ പവറിനെ ആസ്വദിക്കും എന്നുള്ളതാണ്. ആ പവറിനെ ആസ്വദിക്കുന്നവർക്ക് പറ്റിയ പണിയാണ് വാസ്തവത്തിൽ ഈ മിലിറ്ററി പോലുള്ള ജോലികളൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ പവറിനെ ആസ്വദിക്കുന്നവർക്ക് പറ്റിയൊരു ജോലിയും കൂടിയാണ് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ബാഡ് എഫക്റ്റുകൾ നമുക്ക് നോക്കാം. 9ാം ഭാവമല്ലേ, 9ാം ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അച്ഛനല്ലേ
9 എന്ന് പറയുന്നത്. അപ്പോൾ 9 ചൊവ്വ വരുമ്പോൾ തന്നെ ക്രൂരഗ്രഹമായിട്ടുള്ള ചൊവ്വയല്ലേ 9 നിൽക്കുന്നത്. അപ്പം അച്ഛനുമായി കടുത്ത വാദപ്രതിവാദങ്ങൾക്കോ അകൽച്ചയ്ക്കോ കാരണമാകാം. അച്ഛൻ്റെ ആരോഗ്യത്തെയും അത് ബാധിക്കാം. അല്ലെങ്കിൽ അച്ഛനുമായൊരു ബന്ധമില്ലായ്മ ഉണ്ടാവാം. അല്ലെങ്കിൽ അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നേരത്തെ തന്നെ അച്ഛൻ നിന്ന് അകന്ന് താമസിക്കേണ്ടതായിട്ടൊക്കെ വരും എന്നുള്ളതാണ്. ലഗ്നാൽ 9 ചൊവ്വ നിൽക്കുമ്പോഴുള്ളൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിടിവാശിയാണ്. പ്രത്യേകിച്ച് യുക്തി. ഈ ചൊവ്വയുടെ ദശയും കൂടെ ഒക്കെ ഇവർക്ക് നടക്കുകയാണെങ്കിൽ ഇവർ കൊണ്ടുവന്ന് ഷെയർ മാർക്കറ്റിലും അതിലും ഇതിലുമൊക്കെ ഇടപെട്ടിട്ട് നമ്മുടെ വർക്കാണ് നമ്മുടെ സക്സസ് എന്നൊക്കെ വെച്ചിട്ട് ധൈര്യം, ദുർബുദ്ധി, പരാക്രമം ഇത്യാദി കാര്യങ്ങൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങാത്ത രീതിയിൽ നമ്മൾ പ്രകൃതിയിലാണ് ജീവിക്കുന്നത്. പ്രകൃതി നമ്മുടെ ഭാഗമാണ്, നമ്മളും അതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ജസ്റ്റ് ഒരു ബുദ്ധി മാത്രമാണ്. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് വെറുതെ ഒരു ചുമ്മാതൊക്കെ ഉണ്ടായ ഒരു സാധനമാണ്. അത് നമ്മൾ കാലങ്ങളായിട്ട് ഡെവലപ്ഡ് ആയതാണ്. ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഇതിനെ ഞാൻ എൻ്റെ യുക്തി എന്താണോ അതിനനുസരിച്ച് ജീവിക്കുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. അത് നിമിത്തമുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ മുതിർന്നവരുമായിട്ടും ഉണ്ടാകും. മുതിർന്നവരോടും അല്ലെങ്കിൽ ഒക്കെ ഒരു സ്നേഹം ഉണ്ടാവും, അവർക്ക് സ്നേഹമുണ്ടാവും. പക്ഷേ അഭിപ്രായ ഭിന്നത, ഞാൻ പറയുന്നത് മാത്രം ശരി എന്നുള്ളൊരു ഇത് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം 9-ാം ഭാവത്തിൽ കുജൻ നിൽക്കുമ്പം ഗുരു 6-8-12 പോവുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരീയ വിഷയങ്ങളോടും ഗുരുക്കന്മാരോടുമൊക്കെ ഒരു അകൽച്ച. 9-ാം ഭാവത്തിൽ കുജൻ നിൽക്കുമ്പോൾ രവി 6-8-12 പോവുക, ബലക്ഷയം വരികയൊക്കെ വരികയാണെങ്കിൽ അച്ഛനോട് ഒക്കെ ആയിരിക്കും ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ 9 നിൽക്കുമ്പം ഭാഗ്യതടസ്സമാണ്. ഭാഗ്യതടസ്സം അതായത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതിൻ്റെ ദശയിൽ. കഠിനാധ്വാനം ചെയ്താൽ ചിലപ്പോൾ അവസാന നിമിഷം ഭാഗ്യം തുണയ്ക്കാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവും, ഭാഗ്യതടസ്സം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഒരു ഗുണാനുഭവങ്ങളും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പരമ്പരാഗതമായ വിഷയങ്ങളിലൊക്കെ ഇവർ ചോദ്യം ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതികളൊന്നും ശരിയല്ല, പണ്ടത്തെ പ്രാചീനമായിട്ടുള്ള രീതികളാണ് ശരിയെന്ന് ഇവരുടെ ഒരു സ്വന്തം വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനൊക്കെയുള്ള ഒരു ടെൻഡൻസി വരും. വളരെ ശക്തമായിട്ടുള്ളൊരു ഇത് ഇവർക്കുണ്ടാവും. മന്ത്രോപാസനയിൽ തന്ത്രശാസ്ത്രത്തിൽ ഈ 9 ചൊവ്വ ലഗ്നവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ ലഗ്നാധിപനാണെങ്കിൽ 5-9 ഭാവങ്ങളുടെ ബന്ധമൊക്കെ ആയിട്ട് വന്ന് അതിൻ്റെ കോഷ്ടചിന്തകളൊക്കെ എടുക്കുമ്പം ചൊവ്വയ്ക്ക് നല്ല ബലമുണ്ടെങ്കിൽ പുരുഷരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ഉപാസിക്കാനുള്ള യോഗം അത്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭക്തി അവരുടെ ഭാഗ്യം കൂട്ടും. ഇപ്പം സ്ത്രീരാശിയാണെങ്കിൽ ഭദ്രകാളിയെ പോലുള്ള ഉഗ്രദേവതകളെ ആശ്രയിക്കുന്നത് അവരുടെ ഐശ്വര്യവും അതുപോലെ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരവരുടെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. കാരണം അവർക്കും അതുപോലെ ആശയങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ചൊവ്വ ശനി ബന്ധമൊക്കെ 9 വന്നു കഴിഞ്ഞാൽ അച്ഛനിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കാനുള്ള യോഗം. 5-9 ഭാവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് 5-ാം ഭാവത്തിലൊക്കെ കുജനും ശനിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പലപ്പോഴും വ്യാഴവും കൂടെ അങ്ങ് മോശമായാൽ പിന്നെ പറയേ വേണ്ട, ഈ ഈശ്വരീയ വിഷയങ്ങൾ ചെവിക്കകത്തോട്ട് കയറത്തേയില്ല. ദൈവാധീനം അವೆല്ലാം യുക്തി കൊണ്ടായിരിക്കും കളിക്കുന്നത്. പക്ക ഗെയിമായിരിക്കും, ഡ്രാമയായിരിക്കും, അങ്ങനെയായിരിക്കും പോകുന്നത്. സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇനി എൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ പറയാം. 9-ാം ഭാവത്തിൽ ഞാൻ എടുത്തിട്ടുള്ള കൺസൾട്ടേഷനുകളിൽ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അച്ഛനുമായിട്ടുള്ള അകൽച്ചയും തൽനിമിത്തമുണ്ടാകുന്ന വിദേശവാസവും അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരാതെ അവിടെ തന്നെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. 9 കുജൻ പല ജാതകത്തിലും പ്രധാനപ്പെട്ട ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണിത്. ആശയപരമായിട്ടുള്ള അച്ഛനുമായിട്ടുള്ള വൈരുദ്ധ്യം. ഉദാഹരണത്തിന് അച്ഛൻ കടുത്ത അച്ചടക്ക മനോഭാവം, ഒരു മിലിറ്ററി ചിട്ടയുള്ള ആളാണെങ്കിൽ മകൻ അല്ലെ മകൾ അതുമായിട്ട് ഒട്ടും ചേരാത്ത അവസ്ഥ, അല്ലെങ്കിൽ തിരിച്ചും. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് മക്കളോടുള്ള ദേഷ്യം കാണിക്കുന്ന ആളായിരിക്കാം ചിലപ്പം.
അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ രീതികളുമായിട്ട് അച്ഛൻ പൊരുത്തപ്പെടാത്തത് കൊണ്ടും അച്ഛനോട് ദേഷ്യപ്പെടുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും വളരെ ചെറുപ്പകാലത്തിൽ തന്നെ പഠനത്തിനായിട്ടോ അല്ലെങ്കിൽ ജോലിക്കായിട്ടോ ഒക്കെ വിദേശ നാടുകളിൽ പോവുകയും വിദേശത്ത് പോയി സ്വന്തം കാലിൽ നിൽക്കാനും സാമ്പത്തികം ഉണ്ടാക്കാനും അവിടെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനുമുള്ളൊരു ഭാഗ്യം ഇവർക്ക് ഉണ്ടാവും എന്നുള്ളത്, അങ്ങനൊരു ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം. രണ്ടാമത്തത്, ഈ 9ൽ കുജൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വക്കീലോ മികച്ച ക്രിമിനൽ കേസുകളൊക്കെ എടുക്കുന്ന അതൊക്കെ നോക്കുന്ന വക്കീലോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനോ പട്ടാളം, മിലിറ്ററി, എയർഫോഴ്സ് ഇതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ തലപ്പത്തോ അല്ലെങ്കിൽ അതിലൊക്കെ വർക്ക് ചെയ്യാനോ ഒക്കെയുള്ളൊരു ഒട്ടനവധി ഉദാഹരണങ്ങൾ ഉണ്ട്. 9 ഒരു സപ്പോർട്ടിങ് ഗുരുഭാവമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നീതി നടപ്പാക്കാനും ഒക്കെ ഇവർക്കൊരു പ്രത്യേക കഴിവും ഒക്കെ ഉണ്ടാവും എന്ന് ഒരനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നുള്ള കുറച്ച് ജാതകങ്ങൾ, അതായത് അതെനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഗൾഫിലൊക്കെ റിയൽ എസ്റ്റേറ്റൊക്കെ നടത്തുന്ന എൻ്റെ 1-2 സുഹൃത്തുക്കൾ കാലങ്ങളായിട്ട് എന്നെ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം പാരമ്പര്യമായിട്ട് ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. അച്ഛൻ്റെ സ്വത്തോ പിന്തുണയോ ഒന്നും കാര്യമായിട്ട് ലഭിച്ചിട്ടില്ല. സ്വന്തം അധ്വാനവും തൻ്റെ ഇടവും കൊണ്ട് 0-ൽ നിന്നും സാമ്രാജ്യം പടുത്തുയർത്തിയ അനുഭവങ്ങളാണ് ഈ ജാതകർക്കൊക്കെ ഉള്ളത്. പറയുമ്പോൾ അവർക്ക് വളരെ കോൺഫിഡൻസ് ആണ്. ഒരു സെൽഫ് മെയ്ഡ് ലൈഫ് ആയതിൻ്റേതായിട്ടുള്ള അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടൊരു സ്പിരിച്വലി ഹയർ ലെവലിലേക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല. ഇവരൊക്കെ വളരെ ഒരു 40-40 താഴെയുള്ള ആൾക്കാരാണ്. അപ്പം കുറച്ച് പേരുടെ ജാതകമാണ് വെച്ച് പറയുന്നത്. അപ്പം ഞാനെല്ലാം നേടി, ഞാൻ എൻ്റെ ഒറ്റ ഒരാളുടെ കഴിവാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലും മക്കളുടെ ഇടയിലുമൊക്കെ ഇവരും കുറച്ച് കൂടുതലായിട്ട് പ്രഷർ കൊടുത്ത് ഇവരുടെ ആ ഒരു ഒറ്റയ്ക്കുള്ള വളർച്ചയുടെ ഒരിത് ഇവിടെ കാണിച്ചും ദേഷ്യമൊക്കെ കാണിച്ചുമൊക്കെ ഒരുപാട് ഫാമിലി ലൈഫിലൊക്കെ അത് 7-ാം ഭാവം കൂടെ നോക്കണം കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് പിന്നെ ഞാനിങ്ങനെ സംസാരിച്ച് അവർ പതിയെ അതിൽ നിന്നൊക്കെ റിക്കവറായി വരുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒരു വലിയ കാര്യമാണ്. എനിക്ക് അതിനകത്ത് നമ്മൾ 9 വെച്ച് നോക്കുമ്പം സ്വയം നിർമ്മിത ഭാഗ്യം, സെൽഫ് മെയ്ഡ് പേഴ്സണാലിറ്റി അല്ലെ സെൽഫ് മെയ്ഡ് ലൈഫ് എന്നൊക്കെ പറയാം. അപ്പം പൊതുവിൽ 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് ഏത് രാശിയാണെന്നും കൂടെ നോക്കണം കേട്ടോ. ഈ 9-ാം ഭാവമാവുന്നത് മകരമാണെന്നെങ്കിൽ ഉള്ള ഫലമല്ല 9-ാം ഭാവം കർക്കിടകമാകുമ്പോഴുള്ള ഫലം. അത് ശ്രദ്ധിക്കണം. ലഗ്നാലാണ്. പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ ലഗ്നാലാണോ പറയുന്നത്. നമ്മൾ കൂടുതലും ലഗ്നത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫലങ്ങളെല്ലാം പറയുന്നത്. പിന്നെ ലഗ്നാലും ചന്ദ്രാലും ഏതിനാണോ ബലം നോക്കിയിട്ട് ഈ ഫലം അവിടെ ഉപയോഗിക്കാം എന്നൊരു നിയമമുണ്ട്. ജ്യോതിഷത്തിന് അങ്ങനെയാണല്ലോ. ഒരാളുടെ ജാതകത്തിൽ ലഗ്നത്തിലാണോ ചന്ദ്രരാശിക്കാണോ ബലം എന്നുള്ളത് നോക്കിയിട്ട് അത് അനുഭവം കൊണ്ട് വേണം മനസ്സിലാക്കാൻ. കുറേ മാനദണ്ഡങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും അനുഭവം കൊണ്ട് വേണം അത് മനസ്സിലാക്കാൻ. അനുഭവം കൊണ്ട് നോക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക. എന്തു തന്നെ ആയാലും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ യാത്രകൾ, തീർത്ഥാടനങ്ങൾ, ഈ 6 പടവീടെന്ന് പറഞ്ഞ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. തൃച്ചെന്തൂർ, പളനിയൊക്കെ പോലെ തന്നെ അതുപോലെ 6 ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് പോയി തൊഴുക. പരമാവധി സുബ്രഹ്മണ്യ പ്രീതിയൊക്കെ വരുത്തി, ഭദ്രകാളി പ്രീതിയൊക്കെ വരുത്തി മുന്നോട്ട് പോവുക. ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹവും ഭഗവാൻ തരട്ടെ. നല്ല കാര്യങ്ങൾ പറഞ്ഞതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. നെഗറ്റീവ് എഫക്റ്റ് പറഞ്ഞതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാക്ഷാൽ ശരവണഭവനായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.